ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആരാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ, ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയ ഒരു വ്യക്തി. ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു അകാരണമായ ഒരു ഭയം, ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി, മാനസിക ടെൻഷൻ, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സമ്മാനിച്ച ഒരു ആള്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ ലീവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ലീവ് ചെയ്ത് പോയിട്ടുണ്ടാവാം. കാരണം എങ്ങനെയാണെന്നുണ്ടെങ്കിലും, എത്ര ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ മതിയായി എന്നുള്ള ഒരു മാനസികമായിട്ട് നിങ്ങൾ മടുത്തു, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളെ മടുപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. അത് ഈ വ്യക്തിയുടെ സംസാരങ്ങളായിരിക്കാം, പ്രവർത്തികളായിരിക്കാം, കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ ആരോടും ഒരു പരിപാടിയും ഇല്ല, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എനിക്കിങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള ആളുകൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം പഴിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ. കാരണം ഇതൊക്കെ എന്തിന് ഈ വള്ളിക്കെട്ടൊക്കെ തേടി പിടിച്ച് എൻ്റെ അടുത്തോട്ട് വരുന്നു എന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവനവനെ തന്നെ ചോദ്യം ചെയ്യുന്നു. ചില സമയത്ത് നിങ്ങൾ ദൈവത്തോട് ചോദ്യം ചെയ്യുന്നു, യൂണിവേഴ്സിനോട് ചോദ്യം ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഇതിലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു ഹൈഡിങ് പേഴ്സണാലിറ്റി നിങ്ങൾ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. ഇവരുടെ യഥാർത്ഥ ഫേസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപാട് സമയമെടുത്തു മനസ്സിലാക്കാൻ. അപ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് ആഴത്തിൽ ഈ വ്യക്തിയോട് അടുത്തിരുന്നു, അല്ലെങ്കിൽ ആഴത്തിൽ അടുക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ സ്നേഹിച്ചത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നിട്ടുള്ളത്, നിങ്ങൾക്കൊരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിച്ചതും കാണിച്ചതും. പക്ഷെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കും അങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ അകമഴിഞ്ഞു നിന്നു. പക്ഷെ കിട്ടിയത് മുഴുവനും എന്താ പറയാ, ഒന്നും നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളായിരുന്നു, പ്രവർത്തികൾ, കാര്യങ്ങൾ. മാനസികമായിട്ട് എത്രത്തോളം ഒരു വ്യക്തിനെ ദാരിദ്ര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ ആ മാനസികമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിങ്ങൾ പോയി നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമത്തിൽ ഒരുപാട് നിങ്ങളെ ഈ വ്യക്തി
അറ്റം കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കൂടിയാണ് നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങിയത്. ക്ഷമ എന്താണ്, ക്ഷമയുടെ നെല്ലിപ്പലക എന്താണ്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നിങ്ങൾ ഇതിൽ കൂടി നിങ്ങളുടെ കൈവിട്ടു പോകുന്നു, നിങ്ങളുടെ ലൈഫ് തന്നെ കൈവിട്ടു പോകുന്നു എന്നുള്ള രീതിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. കാരണം നിങ്ങൾ ഇവരോട് ഒരു പ്യൂരിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇവർക്ക് അതേ അളവിലുള്ള പ്യൂരിറ്റിയോ അതേ അളവിലുള്ള പരിപാടികളോ നിങ്ങളോട് ഉണ്ടായിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി അങ്ങനെ ഉണ്ടാവുന്നില്ല. ഈ വ്യക്തിയാണ് നിങ്ങളുടെ അടുത്തോട്ട് വീണ്ടും കടന്നു വരുന്നത്. അത് നമുക്ക് അവനവന്റെ ചോയ്സ് ആണ്. അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി അറിയപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തി അറിയപ്പെടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ തറവാട്ട് പേരോ അല്ലെങ്കിൽ കുടുംബ മഹിമയോ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന കുടുംബമോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളോ ഒക്കെ ആയിരിക്കാം. കാരണം അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷെ ഈ വ്യക്തിയുടേതായിട്ടുള്ള A to Z കാര്യങ്ങൾ ഇവര് എന്താണ്, സമൂഹത്തിന്റെ മുമ്പിൽ ഇവര് വേറെ, അല്ലാതെ ഇവരെന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ ചെയ്തതിനുള്ള പ്രവർത്തിക്കുള്ള കൂലികളല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് ആദ്യമൊക്കെ ഓക്കെ, പിന്നെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള ആളുകൾ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം. അങ്ങനെയുള്ള പരിപാടികൾ കാണുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പെട്ടുപോയി ഈട്ടുള്ള അവസ്ഥ, പിടിവിടാൻ പറ്റാത്ത അവസ്ഥ, കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കമ്പയർ ചെയ്യുന്നതിന്റെ മാക്സിമം ഈ വരുന്ന വ്യക്തി നിങ്ങളെ കമ്പയർ ചെയ്യും. എന്തെങ്കിലും കാര്യങ്ങളോട് ഇപ്പൊ അഴകാന ചിഹ്നദേവത അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുക, ഏതെങ്കിലും കാര്യങ്ങളോട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ മറ്റുള്ള ആളുകൾക്ക് പലതും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നാരങ്ങയേ ഉള്ളൂ അവരുടെ കയ്യിൽ ചക്കയുണ്ട്, നിങ്ങളുടെ കയ്യിൽ മാങ്ങയേ ഉള്ളൂ അവരുടെ കയ്യിൽ തേങ്ങയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും ചിലപ്പോൾ കമ്പയർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഐശ്വര്യ റായി തേർഡ് പൊസിഷനേ വരുള്ളൂ, നിങ്ങളാണ് ഫസ്റ്റ് പൊസിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ കമ്പയർ ചെയ്യും. കാരണം കമ്പയർ ചെയ്യാനും വാക്ചാതുര്യത്തിനും എന്താ പറയാ, മിടുമിടുക്കൻ അല്ലെങ്കിൽ മിടുമിടുക്കി, എന്താ പറയാ, മിടുമിടുക്കൻ മുക്കരിക്കണ്ണൻ നെല്ലും കുത്തും തവിടും തിന്നും എന്ന് പറയണ പോലെ അങ്ങനെയുള്ള പരിപാടികൾ ഇവരുടെ വാക്ചാതുര്യം അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തികളിൽ ആരും വീണു പോകും. അത് തന്നെ ഇവിടെ നടന്നത്. അതുകൊണ്ട് പാവപ്പെട്ട നിങ്ങളും അതിൻ്റെ അകത്തോട്ടായിപ്പോയി. പക്ഷെ പറഞ്ഞത് വേറെ, പ്രവർത്തിച്ചത് വേറെ, ചെയ്തത് വേറെ. അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. കാരണം ഇവർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള എന്തെങ്കിലും സംസാരിക്കാൻ. ഞാൻ അങ്ങനെയല്ല ചെയ്തത്, അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്.
അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഈ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം നല്ലതാക്കി തീർക്കാനും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, നിങ്ങൾ കണ്ടുപിടിച്ചതിന്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എല്ലാം മറന്ന് എല്ലാം സ്വഭാവങ്ങളും എല്ലാം മാറ്റി എല്ലാം മറന്ന് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരു ജീവിതയാത്രയിൽ തുടരാമെന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ എന്താ പറയുക ഒന്നും ആവർത്തിക്കില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ചോയ്സാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്റ്റോപ്പ് ഇട്ട് അവിടെ നിർത്തുകയും ചെയ്യാം. കാരണം ഇതൊരു സംസാരമാണ്, പുതിയൊരു തുടക്കമാണ്, പുതിയ കാര്യങ്ങളാണ്, സംസാരിക്കും, കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കാനുണ്ട്, അങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല, അല്ലെങ്കിൽ പഴയ പരിപാടികളൊന്നും വേദനിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല, അല്ലെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, കപ്പിൾ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പോകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, ഒബ്സർവ് ചെയ്യുക. അല്ലാതെ ഈ പറയുന്നത് പോലെ അയ്യോ എൻ്റെ ഏട്ടായി വന്ന് അല്ലെങ്കിൽ എൻ്റെ കാന്താരി വന്ന് എന്ന് പറഞ്ഞ് സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കാതിരിക്കുക. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൈഡൻസ് വാങ്ങിക്കുക. അതാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. എന്താണെങ്കിലും നിങ്ങളുടെ ചോയ്സാണ്. കാരണം നിങ്ങൾ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ കയ്യിലാണ് സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഇതാണ് എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കീ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തിരുന്നത്, അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലാം മറന്ന് ഇനിയൊന്നും ആവർത്തിക്കില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളല്ലേ. അതല്ല വീണ്ടും വീണ്ടും പിന്നെയും ഞാനിതല്ല ഇനിയും ഞാൻ ആവർത്തിക്കും, ഇതിന്റെ അപ്പുറത്ത് കൂടി ആവർത്തിക്കും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ. ആളുടെ പ്രവൃത്തിയും പരിപാടികളൊക്കെ കാണുമ്പോഴും സംസാരങ്ങൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഗൈഡൻസ് ഒക്കെ കിട്ടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം വേണം, നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള സ്നേഹം വേണം. അതേ അളവിൽ അതിനേക്കാളും മികച്ചതായിട്ടും അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ സ്നേഹിക്കാനും റെഡിയാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്നേഹം കിട്ടി അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായാൽ നിങ്ങൾ ഉള്ളം കയ്യിൽ വെച്ച് ആ വ്യക്തിനെയോ ആ സിറ്റുവേഷനെയോ കൊണ്ടുപോകും. അത് ആരെയാണെങ്കിലും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ വൈബിലുള്ള ആള്, അതേ വൈബിലുള്ള കാര്യങ്ങൾ, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ്. അല്ലാതെ ലോകത്ത് കാണുന്ന എല്ലാവരെയും നിങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളല്ല. നിങ്ങൾക്ക് കുറച്ച് ഇതുണ്ട്, ആ ഒരു ഇതിലെ നിങ്ങൾ പിടിക്കുള്ളൂ. പക്ഷെ സ്നേഹിച്ചാൽ സത്യം സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ എന്തും കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. അതെങ്ങനെ വേണമെങ്കിലും, സ്നേഹമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എന്താണെങ്കിലും എന്തിനും നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ ഒരു മൂല്യം വരുന്നവർക്ക് അറിയാതെ പോയി. അതാണ് ഇതിലുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.